Hello everyone. Welcome to the Eye Opener video of Dhanam Smart Savings and Investment Solutions. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡോളർ ശക്തമായി വർദ്ധിക്കുകയും രൂപയടക്കം നിരവധി കറൻസികൾ കടുത്ത സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്നു. കറൻസിയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് പലപ്പോഴും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര ബൈയിങ് ശേഷി കുറയുകയും ചെയ്യുന്നു. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ, ഇൻഫ്ലേഷൻ, ട്രേഡ് ഇംബാലൻസ്, രാഷ്ട്രീയ സംഭവങ്ങൾ എന്നിവ കറൻസിയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമായേക്കാം. എങ്കിലും രൂപയുടെ ഇടിവ് ചില ഇന്ത്യൻ ഓഹരികൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ്. വിദേശ വ്യാപാരത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രൂപയുടെ പതനം നേട്ടമാക്കുന്ന ഇന്ത്യൻ ഓഹരികൾ ഏതെല്ലാമാണെന്നും അവ ഉൾപ്പെടുന്ന സെക്ടറുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രൂപയുടെ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം. രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. US ഫെഡറൽ റിസർവ് US സോവറിൻ ബോണ്ടുകളുടെ പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് അത്തരം ആസ്തികളെ നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമാക്കുകയും യുഎസിലേക്കുള്ള മൂലധന ഒഴുക്കിനെ ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% തീരുവയും ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം ഒരു വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാനഡ ഇതിനോടകം തന്നെ 25% നികുതി പ്രഖ്യാപിച്ചു. ഡോളർ ശക്തിപ്പെടുത്തുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ സാഹചര്യം ചില ഓഹരികൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള അവസരങ്ങളും സൃഷ്ടിക്കുന്നു. പ്രവാസികൾക്ക് രൂപയുടെ മൂല്യത്തകർച്ച ഒരു പ്രധാന നേട്ടമാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ കൂടുതൽ പണം രാജ്യത്തേക്ക് ഒഴുകിയെത്തും. രൂപയേക്കാൾ ശക്തമായ കറൻസികളുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് പണം കൂടുതൽ മൂല്യത്തോടെ അയക്കാൻ കഴിയുന്നു. പണമയക്കലിലെ ഈ ഒരു വർധനവ് ഇന്ത്യൻ വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉയർന്ന കയറ്റുമതി. രൂപയുടെ മൂല്യം കുറയുന്നത് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വാങ്ങുന്നവർക്ക് വില കുറഞ്ഞതായി തീരും. തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. കുറഞ്ഞ വിനിമയ നിരക്കുള്ളതിനാൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഉയർന്ന ഡിമാൻഡ് കാണാനുമാകും. ഇത് രാജ്യത്തിന്റെ വ്യാപാര സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യും. രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനാൽ പ്രയോജനം ലഭിക്കുന്ന സെക്ടറുകളും ആ സെക്ടറുകളിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. IT സെക്ടർ: TCS, ഇൻഫോസിസ്, SCL ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ബയോകോൺ, അറബിന്ദോ ഫാർമ ഇവയൊക്കെയാണ് ഈ ഒരു രൂപയുടെ മൂല്യത്തകർച്ചയുടെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. ആദ്യമായി IT സെക്ടറിൽ ഈ രൂപയുടെ മൂല്യത്തകർച്ച എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രയോജനപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. IT സെക്ടർ കമ്പനികൾക്ക് 60 മുതൽ 90% വരുമാനം വിദേശ കസ്റ്റമറിൽ നിന്നാണ്. രൂപ നിരക്ക് ഉയരുമ്പോൾ ഇവരുടെ വരുമാനം കൂടുതലാകും. നിലവിലുള്ള കരാറുകൾ നിലനിൽക്കുന്നതിനാൽ പുതിയ ബുക്കിംഗുകൾ കൂടും. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ മാർക്കറ്റുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും. പ്രധാന കമ്പനികൾ അതിൽ ആദ്യത്തേത് TCS ആണ്. TCSന്റെ 55% കൂടുതൽ വരുമാനം US നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോസിസ് ആണ് അടുത്തൊരു കമ്പനി. AI, ക്ലൗഡ് സർവീസസ് എന്നിവയിൽ മികച്ച മുന്നേറ്റം നൽകുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ HCL ടെക്, IT ഇൻഫ്രാസ്ട്രക്ചർ, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന കമ്പനിയാണ് HCL ടെക്. അതുപോലെ തന്നെ വിപ്രോ, BFSI ആൻഡ് ഹെൽത്ത് കെയർ കരാറുകൾ അവർക്ക് അനുകൂലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര ടെലികോം ഡിജിറ്റൽ സേവനങ്ങളിൽ ശ്രദ്ധ നൽകുന്നു. രൂപയുടെ മൂല്യത്തകർച്ചയുടെ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു $1 80 രൂപയിൽ നിന്ന് 85 രൂപയിലേക്ക് മാറുമ്പോൾ വരുമാനം ഏതാണ്ട് 5 മുതൽ 7% വർദ്ധിക്കും. മെച്ചപ്പെട്ട മാർജിൻ കാരണം ഇന്ത്യയിലെ വേതന ചെലവ് കുറവാണ്. ഭാവിയിലുള്ള സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. AI, ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി ഡിമാൻഡ് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ US യൂറോപ്പിലുമുള്ള ഒരു മാന്ദ്യ തെളിവ് കരാറുകളിൽ ലഭിക്കുന്നു. രൂപയുടെ മൂല്യത്തകർച്ച IT ഓഹരികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നിക്ഷേപകർക്കായിട്ടുള്ള ഒരു ടേക്ക് അവേ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യത്തകർച്ച തുടരുകയാണെങ്കിൽ IT ഓഹരികൾ സ്ഥിരമായ വളർച്ച കാണിക്കുകയും TCS, ഇൻഫോസിസ് പോലുള്ള സ്റ്റോക്കുകൾ സ്ഥിരം പോർട്ട്ഫോളിയോയിലേക്ക് പരിഗണിക്കാവുന്നതുമാണ്. അടുത്തതായിട്ട് ഫാർമ സെക്ടർ. ഫാർമ സെക്ടർ എങ്ങനെയാണ് ഈ ഒരു രൂപയുടെ മൂല്യത്തകർച്ച
പ്രയോജനപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 75% കൂടുതൽ വരുമാനം അമേരിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടാകുമ്പോൾ ഡോളർ വരുമാനം കൂടുതൽ രൂപയിലേക്ക് മാറ്റാം. ജനറിക്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ, സ്പെഷ്യാലിറ്റി മെഡിസിൻസ് എന്നിവയുടെ ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഫാർമ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യാലിറ്റി മരുന്നുകളും US വിപണി ശ്രദ്ധയും ഡോക്ടർ റെഡ്ഡീസ് ജനറിക് ആൻഡ് ഓങ്കോളജി സെഗ്മെന്റിന് നല്ലൊരു ഗ്രോത്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്ല ശ്വസന മരുന്നുകളും ഉയർന്നു വരുന്ന വിപണികളും അവർക്ക് നല്ലൊരു മൂവ് നൽകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അരബിന്ദ ഫാർമ API ആൻഡ് ഫോർമുലേഷൻ ബിസിനസ്സിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ബയോകോൺ ബയോ സിമുലേറ്ററുകളും ഇൻസുലിൻ വിപണിയും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഒരു 4 കമ്പനികൾ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. മറ്റു ഭാവി സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ US ജനറിക് മാർക്കറ്റ് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ API ആൻഡ് സ്പെഷ്യാലിറ്റി മെഡിസിൻസിന്റെ ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ച ഫാർമ കമ്പനികൾക്ക് ഈ രീതിയിലൊക്കെ ഗുണം ചെയ്യും. നിക്ഷേപകർക്കുള്ള ഒരു ടേക്ക് അവേ, റെഡ്ഡീസ്, സൺഫാർമ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ ബുള്ളിഷ് ട്രെൻഡിൽ തുടരാൻ നല്ലൊരു സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ച തുടരുകയാണെങ്കിൽ ഫാർമ സെക്ടർ മികച്ച വളർച്ച കാണിക്കാനുള്ള സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യത്തകർച്ചയാണ് IT ഫാർമ സെക്ടറുകൾക്ക് നേട്ടം ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇവിടെ വ്യക്തമായ വിദേശ വരുമാനമുള്ള കമ്പനികൾ രൂപയുടെ മൂല്യത്തകർച്ചയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഡോളറിന്റെ കരുത്ത്, അമേരിക്കയുടെ സാമ്പത്തിക മാറ്റങ്ങൾ, വാണിജ്യ അസ്ഥിരതകൾ, പണപ്പെരുപ്പം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ മൂല്യത്തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ആഭ്യന്തര വാങ്ങലുകൾ കുറയുകയും ചെയ്യുന്നു. രൂപയുടെ വിലയിലുള്ള ഈ ഒരു ഫാൾ ഇന്ത്യയിലെ ചില ഓഹരികൾക്ക് വളരെ നല്ല നേട്ടമുണ്ടാക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. IT, ഫാർമ, ഓട്ടോ, എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനികൾ പോലെയുള്ള സ്റ്റോക്കുകൾ നല്ല വരുമാനം നേടിയെടുക്കുകയും ചെയ്യും. ഈ ഓഹരികൾ രൂപയുടെ താഴ്ന്ന മൂല്യത്തിൽ മികച്ച വളർച്ചാ സാധ്യതകളുള്ള കമ്പനികളാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കമൻസുകൾ എഴുതി നമ്മളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.